അപ്പച്ചി ഒന്നും നോക്കണ്ട ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിച്ചോ. അയ്യോ എടി എനിക്ക് എന്റെ മണം പിടിക്കണടേ. മൂക്ക് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് കുടിച്ചാ മതി. മൂക്ക് പൊത്തി പിടിച്ചാല് വായ കൂടെ മണം വരില്ലേ ചേട്ടാ. അമ്മ ഇതിന് കയ്പുണ്ടാവോ? പിന്നെ പായസം ആണല്ലോ ഇത് കഴിക്കാതിരിക്കാനും കണ്ട് കുടിക്കുവേണേ അസുഖം പറഞ്ഞെങ്കിൽ. എന്നാലും അമ്മ ഈ കയ്പുള്ള സാധനം എങ്ങനെയാ അമ്മ കുടിക്കണ്? അപ്പച്ചി അച്ഛമ്മക്ക് പ്രായമില്ലേ, ടേസ്റ്റും മണമൊന്നും കിട്ടണ്ടാവില്ല. എടി എനിക്ക് പ്രായമായെന്ന് പറഞ്ഞ എന്നിട്ട് നാവിയാ പിടിച്ചെടുക്കും കേട്ടോ. പിന്നെ എന്റെ നാവ് പിഴുതെടുത്ത പ്രായം കൊണ്ട് കുറയോ? ആ കുറയും. എന്നാ പിഴുതെടുക്ക. മനുഷ്യനോട് കഷ്ടപ്പെട്ട് ഇങ്ങനെ കുടിക്കണം എന്ന് വിചാരിച്ചിരിക്ക, അപ്പോഴാണ് നാക്ക് പിടിച്ചിട്ട് കലക്കാൻ നിക്കണ്. അങ്ങനെ പോയ അപ്പച്ചി കുടിക്കൂല, അസുഖം മാറൂല. എടി വേണേ ഇതൊരൊറ്റ വലിക്ക് അരിഷ്ടാണെന്ന് പറഞ്ഞു കുടിച്ചേ. എടി നിന്റെ ചൊറിച്ചില് പോണെങ്കിൽ മതി. അമ്മ ഈ ട്രിക്ക് സന്തോഷ് വൈദ്യം പറഞ്ഞു തന്നല്ലേ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അരിഷ്ടം അരിഷ്ടം എന്ന് പറഞ്ഞപ്പിക്ക് മനസ്സിലായി. പിന്നെ ചോറിച്ചെന്നൊക്കെ പതുക്കെ പറ, ആൾക്കാർ കണ്ടാ എന്ത് വിചാരിക്കും? അതെ, ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയാം, അപ്പൊ തന്നെ കുടിക്കണം. പറയട്ടെ? അല്ല നിക്ക്, ഞാൻ സ്മരിക്കട്ടെ, എന്റെ പൂർവികന്മാരൊക്കെ സ്മരിക്കട്ടെ. ഇതെന്താ നീ കള്ളു കുടിക്കാൻ പോണോ? മിണ്ടാണ്ടിക്കമ്മ അവിടുന്ന്, നീ പറഞ്ഞ. പറയട്ടെ? റെഡി 1 2 3 സ്റ്റാർട്ട്. കുടിക്ക് കുടിക്ക് കുടിക്ക്. വലിച്ചു കുടിക്കണേ അങ്ങോട്ട്. ഓ സെറ്റല്ലേ സെറ്റല്ലേ സെറ്റല്ലേ. ഒരു അടി കൊള്ളു. കുഴപ്പമില്ല കുഴപ്പമില്ല, സെറ്റ് സെറ്റ് സെറ്റായി. സെറ്റല്ല സെറ്റല്ല. ആള് വെച്ചു. അവള് കുടിച്ചത് കള്ളാണോ കഷായല്ലേ? അച്ഛമ്മ അത് തലക്ക് പിടിച്ചിട്ടുണ്ടാവും, അതാ. ഓ തലയ്ക്ക് പിടിക്കുന്ന നോക്കടെ. മര്യാദക്ക് കുടിച്ചാലേ ഛർദിക്കായിരിക്കുള്ളൂ. എന്നാലുവേ എനിക്ക് ആ വൈദ്യന് എപ്പോഴോ കണ്ടുപരിചയമുണ്ട് പ്രകാശി. ഇവിടെ ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ പറയുന്നത്? അതിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. 9 പേര്. അവനെ നിങ്ങളൊരു കാര്യം ഓർത്തണം, അവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല കേട്ടോ. അവനെ ഇറക്കി വിടും, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അവനെ കള്ളനവൻ. ഏ ആ വൈദ്യർക്ക് നിന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് വൈദ്യർ അമ്മയെടുത്ത് പറഞ്ഞത്. എന്നെയാ? നിന്നെ ഇവിടെ ഇറക്കി വിടാൻ പറഞ്ഞു അമ്മയെടുത്ത്. പറഞ്ഞല്ലേ? അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആ കള്ള താടിനെ ഞാൻ ശരിയാക്കി. ഞാൻ നിങ്ങളെ ഫോണ് ബെല്ലടിച്ചായിരുന്നു. അത് വല്ല കസ്റ്റമർ കെയർ കാര്യമായിരിക്കും, അല്ലാതെ എന്നെ ആരും വിളിക്കും. അതെനിക്കും തോന്നി, അല്ലാണ്ട് പിന്നെ നിങ്ങളെ ആര് വിളിക്കാൻ? അല്ല നിങ്ങളെന്താ ഇങ്ങോട്ട് മാറിയിരുന്നിട്ട് ഒരു ഗൂഢാലോചന? അങ്ങടിക്കാണ്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കാതെ. ഒന്നുമില്ല, ഇവൻ പറഞ്ഞ ഇവൻ ആ സന്തോഷ് വൈദ്യരെ തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല, അയാൾക്കൊരു ഫ്രോഡ് ലുക്കാണെന്നൊക്കെ ഇവൻ പറഞ്ഞു. ആണ് ചേച്ചി. എന്റെ വേണുക്കുട്ട അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. ഒന്നുമില്ലെങ്കിൽ ഒരു വൈദ്യരല്ലേ. ഞാൻ അവനോട് പറഞ്ഞതാ, കേൾക്കുന്നില്ല. ആഹാ, നിങ്ങളിപ്പോ അവൻ ഒറിജിനലാന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുകയാണ്? അല്ലാതെ അല്ലേ? അവൻ കള്ളനാണ്, അവനൊരു ഫ്രോഡ് ലുക്കാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. മുഖത്ത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാ? ആരോട് ഇപ്പൊ പറഞ്ഞാ വിശ്വസിക്കല്ലോ. എടാ നീ ഒന്ന് ആലോചിച്ചു, നമ്മൾ ഇവിടുന്ന് അമ്മയുടെ മുട്ടുവേദനയാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ആരെ? ചക്കപ്പൻ വൈദ്യര്. ചക്കപ്പൻ വൈദ്യര് ഇവനെയാണ് അയച്ചിരിക്കുന്നത്. അയക്ക് ഇവനെ വിശ്വാസം ഇല്ലെങ്കിൽ ചക്കപ്പൻ വൈദ്യര് അയക്കുമോ ഇങ്ങോട്ട്? അത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സരിതയ്ക്ക് വയ്യാന്ന് നമ്മൾ പറഞ്ഞു. ഉടനെ എന്താ, അവൻ അവിടെ മുറ്റത്തിട്ടിട്ട് സരിതയ്ക്ക് അസുഖം മാറാനുള്ള കഷായം ഉണ്ടാക്കി അവളിതേ കുടിച്ചിട്ട് അവിടെ കിടപ്പ. എന്തായി കഴിച്ചിട്ട് എന്തായി? അവള് നല്ല സുഖമായി കിടന്നുറങ്ങുവാ ഇന്ന്. കേട്ടല്ല? അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ പൈസ മേടിച്ചു കാണും. ഒരു പൈസ പോലും മേടിച്ചിട്ടില്ല, എന്നോടൊന്നും മേടിച്ചിട്ടില്ല. അല്ല, അവൻ സരിതയോട് 500 രൂപ മേടിച്ചു, അമ്മയോട് 1000 രൂപയും. 1000? അത് മാത്രല്ല എന്നോടും ചോദിച്ചടാ. ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് പൈസ ഇല്ല, അമ്മയോട് ചോദിച്ചോ. നമ്മൾ പിന്നെ കൊടുക്കില്ലല്ലോ ആർക്കും. മനസ്സിലായി അവനിവിടെ എല്ലാവരോടും പൈസ മേടിച്ചെന്ന്? ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നടാ. ഇപ്പോഴെങ്കിലും മനസ്സിലായി അവൻ ലോക ഫ്രോഡാണ്. അല്ല പൈസ എന്തായാലും നമ്മൾ കൊടുക്കണല്ലോ. ഇവളെന്റെ ചവിട്ടില് മൂളിക്കൊണ്ടിരിക്കണ എപ്പോഴും. മോളിയൊന്നുമില്ല, ഇത് ഉറങ്ങി എഴുന്നേറ്റപ്പോ തുടങ്ങിയതാണ്. ഉറങ്ങുന്ന സമയത്ത് എന്റെ ചവിട്ടില് മൂളിക്കൊണ്ടിരിക്കും. ഇതെങ്ങാനും പ്രാണി എങ്ങാനും കേറിയിട്ടുണ്ടാവും. ഇല്ല ചേച്ചി, സത്യമായിട്ട് മൂള ചേച്ചി. ഈ മൂളലല്ല, ഈ ദൂതലല്ലേ. മൂളലാണ്, മൂളല്. എടാ പ്രകാശ, നീ ആ സന്തോഷ് വൈദ്യരെ ഒന്ന് വിളിച്ചോണ്ട് വാടാ ഇങ്ങോട്ട്. എന്റെ കൊച്ചിനെന്തോ പറ്റി? സരിതേ, ഇപ്പൊ നിന്നെ കണ്ട കറക്റ്റ് പ്രാന്തിയുടെ ലുക്കാട്ടോ. നീ ആരാടാ പറ്റി? അത് നമ്മളെ വേണുക്കുട്ടനല്ലേ? അത് നിങ്ങളുടെ കാര്യം പാടാർന്ന്.
പ്രകാശേ എന്നാ മോളെ ഇത്? അമ്മ ആരാ മൂളണ അമ്മ ചവിട്ടില്? എടി നീ നിർത്തടി മൂടല്. ഇവള് മൂളൊന്നും ഇല്ല. മൂളി ചേട്ടാ. എന്തുവാ നിന്റെ പ്രശ്നം? എന്തുവാ? എന്നാ അമ്മേ എനിക്ക് അറിഞ്ഞോട് കുഞ്ഞു കിടന്നോണ്ട് മൂടാന്ന് പറഞ്ഞോട്ട് അവിടെ കിടന്നോട് ബഹളം കൂട്ടുവാ. നിർത്ത്. ഇപ്പൊ മോഹിനി മൂളണ്. എടി നിർത്തടി മോഹിനി. അവിടെ ഞാൻ ശരിയാക്കി ഞാൻ. അല്ല അവളെന്താ മോഹിനി മൂളുന്നൊക്കെ പറഞ്ഞിട്ട് പോയത്? പ്രകാശ് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? ആ വൈദ്യന് ഉടായിപ്പാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ആ ചക്കപ്പൻ വൈദ്യനെ വിളിച്ചിട്ട് കാര്യം പറ. വിളിക്കുന്നു ഇനി ഇവിടെ കിടന്ന് ലാഗ് ചെയ്യുവാണോ? അല്ല ഇത് അതൊന്നല്ല. ഇത് എനിക്ക് മനസ്സിലായി എന്താ കാരണം. എന്താ ഞാൻ വരുന്നു. എനിക്ക് മനസ്സിലായി ആരോടായിപ്പൊന്നൊക്കെ എനിക്ക് മനസ്സിലായി. കാര്യം കോളെടുക്ക് സംസാരിക്കും. അയ്യോ കട്ടായില്ല. നിന്നോട് ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞത്? ഇല്ല നിക്കത്തില്ല. നീ എന്തിനാ കഷായത്തിന് സോപ്പൊടി കലക്കിയത്? ഞാൻ കലക്കിയിട്ടൊന്നുമില്ല. നീ അതിന് ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാൻ കണ്ടതല്ലേ? ഞാൻ മറ്റേ കാലത്തിന്റെ മൂടിയതാ. വേറൊന്നുമല്ല, ഞാൻ മൂടിയതാ. എനിക്ക് മൂടാൻ അറിയായിട്ടാണോ നീ മൂടിയത്? ഞാൻ മൂടി. എന്തിനാ അത് മൂടാൻ പോയത്? അമ്മ വല്ല കാക്കയാണ് തൂറി കഴിഞ്ഞാലോ? അത് തൂറിയാന്ന് തൂറിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. എന്നാലും മൂടണ്ടായിരുന്നു. അയ്യനാ അമ്മേ അമ്മേ ദേ ഈ ചെക്കനും കൂടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചത്. ആണോടാ? ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഒപ്പിച്ചതാണിത്. എന്നാടാ പറ. അത് ഞാൻ കഷായത്തിൽ സോപ്പ് പൊടി കലക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തു, പക്ഷെ കലക്കിയിട്ടില്ല. നമ്മളെപ്പോഴാണോ പ്ലാൻ ചെയ്ത്? നമ്മളല്ല, ആ വേണുപൊട്ടൻ പറഞ്ഞു തന്ന ഐഡിയ. അല്ല അവനെന്തിനാ സോപ്പൊടി കലക്കുന്നത്? അത് വേണമെങ്കിൽ നീ സന്തോഷിനെ കണ്ണെടുത്താ കണ്ടൂടാ, അതുകൊണ്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ നടന്നൊന്നുമില്ല. വേണോ ചോദിച്ചോ. ഇങ്ങോട്ട് പറ. നീ എന്തിനാ കഷായത്തിന് സോപ്പൊടി കലക്കിയേ? ഞാനാ? പിന്നെ എന്റെ മോൻ കണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ആരും കഷായത്തിൽ ഒന്നും കലക്കിയിട്ടൊന്നും ഇല്ല. ഞാൻ ചാക്കപ്പൻ വൈദ്യരെ വിളിച്ചിരുന്നു. സംഭവം അതേ അല്ല. ഈ ഇവിടെ വന്ന വൈദ്യരുണ്ടല്ലോ സന്തോഷം എന്ന് പറഞ്ഞിരുത്താൻ, ചാക്കപ്പൻ വൈദ്യരുടെ ശിഷ്യനൊന്നും അല്ല. അവിടെ മരുന്ന് എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവനാ. മരുന്ന് ഇവിടെ എത്തിച്ചു തരാൻ പറഞ്ഞിട്ട് അവൻ അതുകൊണ്ട് വന്നതാ. അവനെയാണ് നിങ്ങളെല്ലാം കൂടെ വൈദ്യരാക്കി ചികിത്സിപ്പിച്ചത്. അപ്പൊ അപ്പച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി അതിന് ഒരു മറുമരുന്ന് വേണം. ഇവൻ കൊടുത്ത മരുന്ന് അത് ചാക്കപ്പൻ വൈദ്യര് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ 2.5 കയ്യിൽ ആ മരുന്ന് കുടിച്ചിട്ട് തന്നെ അത് അവളതാ തുള്ളി കളിക്കുന്നേ. ആരെങ്കിലുമൊക്കെ വരുമ്പോ എന്താ ഏതാന്ന് തിരിച്ചറിയണ്ടേ? ചുമ്മാ ചാടിക്കറി എടുത്ത് തലയിൽ ചുമന്നോണ്ട് നടന്നാ മതി. നിങ്ങളല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്? ഞാനാണോ കൂട്ടിക്കൊണ്ടുവന്നത്? നിങ്ങൾ ചുമ്മാ ബഹളം വെക്കല്ലേ കിടന്ന്. വൈദ്യര് പറഞ്ഞെന്നാന്നറിയോ? മരുന്ന് കൊടുക്കുമ്പോ സരിതയുടെ ശരീരം ചൂട് പിടിക്കരുതെന്നാണ് പറഞ്ഞേക്കണത്. എന്നാ അപ്പച്ച വല്ല കോടതിയും കൊണ്ടിടാൻ പറ. വയ്യാതെ നിൽക്കും ഇങ്ങനത്തെ ഓരോ ഡയലോഗ് പറയുന്നത്. അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നീ അങ്ങനെ ദേഷ്യപ്പെടണം. അവൻ പറഞ്ഞ കാര്യമുണ്ട്. അവളെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. കുറച്ച് ഐസ് വെള്ളോ അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സോ വല്ലോ ഒക്കെ കഴിക്കാൻ കൊടുക്കണം. അതെ. അവളെവിടെ? സരിത എവിടെ? മുറ്റത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കുക. അവളെ പിടിച്ച് കെട്ടിക്കാൻ നോക്ക്. പിടിച്ച് കെട്ടിയിടാൻ നോക്കാം, അല്ലെങ്കിൽ പ്രശ്നമാവുന്നു. തലയ്ക്ക് പ്രശ്ന നിങ്ങൾ പിടിച്ചോണ്ട് വാ. എന്തൊക്കെയായിരുന്നു? കഷായം തിളപ്പിക്കല്, ചിക്കൻ കറി, തേങ്ങ, അവിയല്, മാങ്ങ, ചക്ക. എന്നിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ അമ്മേ? ചിരിക്കല വയലന്റെ. എനിക്ക് അപ്പോഴേ തോന്നി അവനൊരു ഊടായ്പാന്ന്. മിണ്ടരുത്. ആദ്യം പറഞ്ഞില്ലേ അവൻ കുഴപ്പക്കാരനാണ്. അന്നേരം അമ്മയായിരുന്നല്ലോ 4 കാലം തുള്ളിക്കൊണ്ട് അവൻ നല്ലവനാ മറ്റേവനാന്നൊക്കെ പറഞ്ഞത്. ഈ അമ്മയാ കുഴപ്പമുണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇത്രയും പ്രായമില്ല, ഒന്ന് അടങ്ങി ഒതുക്കി ഇരിക്കാൻ പാടില്ല എവിടെയും. ഇവരുടെ ഈ ചാട്ട എല്ലാത്തിനും കാരണം. വേണുകുട്ടാ, നീ അങ്ങനെ പറയരുത്. ആർക്കായാലും ഒരു അബദ്ധം പറ്റും. നമ്മളെ അമ്മക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയല്ല അമ്മേ? ആന്ന് മോളെ. നിങ്ങക്ക് പറ്റിയ എന്താ അബദ്ധല്ലേ എന്നെ ഈ ഗതിയാക്കിയത്? പിന്നെ നിനക്ക് ചൊറിച്ചൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനാണോ മരുന്ന് കുടിക്കേണ്ടത്? നീ അല്ലേ കുടിക്കേണ്ടത്? എനിക്ക് ബലമായ സംശയമുണ്ട് നിങ്ങൾ മനഃപൂർവ്വം എനിക്കിട്ട് പണിയെന്നാണെന്ന്. അയ്യോ വീശടാ, വീശി കുടിക്കടാ. നിർത്തല്ല. അതേ വരുന്നു കഷ്ടവൈദ്യൻ സന്തോഷം. ആരെ കൊല്ലാനുള്ള വരവാണാവോ? എങ്ങനെയുണ്ട്? ഏട്ടാ നീ എന്ത് കളിക്കുന്നത്?
തണ്ണിമത്തം വീശ് വീശ്. ആരും പേടിക്കണ്ട, ഇതാ മരുന്നിന്റെ എഫക്റ്റാ. നീ എന്ത് മരുന്നാടാ പെങ്ങൾക്ക് കൊടുത്തത്? ചേട്ടാ അതെ, ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. അത് ഡിപ്രഷനുള്ള മരുന്നായിരുന്നു. ചക്കപ്പം വൈദ്യരെ പറഞ്ഞപ്പോ എനിക്കിത് മനസ്സിലായത്. ഇവിടെ ചൊറിച്ചിൽ നിന്ന് ഡിപ്രഷൻ ഉള്ള മരുന്ന് കൊടുത്തോ? ഓ, എന്തൊരു വൈദ്യരാടാ നീ. എടോ, നീ എവിടെ നടാം? ഏത് വൈദ്യശാല നടാൻ മരുന്നുണ്ടാക്കാൻ പഠിച്ചത്? കൊച്ചിരിക്കുന്ന ഇരിപ്പ് കേട്ടോ. ഞാനേ കുറച്ച് നാളൊരു വൈദ്യശാലയിൽ മരുന്ന് എടുത്തു കൊടുക്കാൻ നിന്നിരുന്നേ. വൈദ്യശാലയില് മരുന്ന് എടുത്തു കൊടുക്കാനാ? നീ അറിയുവാ? എനിക്ക് എപ്പോഴത്തെയോ ഒരു കണ്ടുപരിചയം പോലെ എനിക്ക് തോന്നണം. ഇല്ല ചേട്ടാ, ഞാൻ അത്ര ഫേമസ് ഒന്നുമല്ല. നിന്നെ ഫേമസ് ആക്കി തരാം. അല്ല, മരുന്ന് എടുത്തു കൊടുക്കാൻ നിന്ന എക്സ്പീരിയൻസിലാണോ നീ ഇവളെ ചികിത്സിക്കാൻ വന്നേ? ചേച്ചി ഇങ്ങനെയൊക്കെയല്ലേ നമ്മളൊക്കെ ഓരോന്ന് പഠിക്കുന്നത്. പ്രകാശേ, കിട്ടി. ഇവനെനിക്ക് പിടുത്തം കിട്ടി. ഇവനെ അഷ്ടവൈദ്യനല്ല, അരിഷ്ടവൈദ്യൻ. ഇവൻ ആ കടയിലെ അരിഷ്ടക്കടയിലെ അരിഷ്ടം എടുത്ത് കൊടുക്കാൻ വേണ്ടി നിന്നോണ്ടിരുന്ന അരിഷ്ടം കട്ടുപിടിക്കല ഇവന്റെ മെയിൻ പരിപാടി. കൊള്ളാം. അതെന്താന്നോ, എനിക്ക് ഈ അരിഷ്ടം ഭയങ്കര ഇഷ്ടമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കണം. ചേച്ചിക്ക് അവനെ മനസ്സിലായില്ലേ? കുരുവിക്കാട് ജംഗ്ഷനിൽ വൈദ്യശാല നിൽക്കണം. ആ ബസ് സ്റ്റോപ്പിന്റെ മുന്നിലുള്ളയാ? ആ, ഓ, അവനാ ഇത്? അത് തന്നെ ചേച്ചി, എനിക്ക് ചേച്ചി അറിയാം. ഞാൻ നേരത്തെ കണ്ടിട്ട് ചുണ്ടിന് നേരത്തെ മറിയുള്ള ചേച്ചിനെ. വേണ്ട. അത് ശരി. അപ്പൊ ഇവന് ഊടായപ്പനാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ മനഃപൂർവ്വം എനിക്കിട്ട് തന്ന പണിയല്ലേ? അതെ, അതിനുള്ള മറുമരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പേടിക്കണ്ട. ചേട്ടൻ തന്നെ ഉണ്ടാക്കി മരുന്നാണോ? ഇത് ചക്കപ്പം വൈദ്യരെ മരുന്നാ. അതങ്ങട് ഓ, നിങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ, എല്ലാവർക്കും. ചേച്ചി ഇപ്പൊ കുരുവിക്കാട് വീട്ടിലേക്കൊന്നും പോവാറില്ലേ ചേച്ചി? എന്റെ ഭാര്യ എവിടെ പോണം പോണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ ഞാനുണ്ട് ഇവിടെ. നീ ബുദ്ധിമുട്ടണ്ട കേട്ടാ. നിന്റെ വേണക്കൂട്ടാ, ഇവനെ എന്ത് ചെയ്യണോടാ? അച്ഛാ പോലീസിനെ വിളിക്ക്. ഇത് പൊന്നിയേട്ടാ, പോലീസൊന്നും വിളിക്കല്ലേ, വെറുതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. എന്നെ വെറുതെ ഉപദേശിച്ചാൽ മതി, ഞാൻ നന്നായിക്കോളാം. പ്രകാശേ, അവനെ പിടിച്ചോ, നമുക്കൊന്ന് ഉപദേശിച്ചു വിടാം. നിനക്ക് ആവശ്യത്തിനുള്ള ഉപദേശം ഞാൻ വരട്ടെ ഉപദേശിക്കാൻ. തൽക്കാലം ഞങ്ങൾ മതിയുടെ മക്കളെ. അതേട്ടാ, നമുക്ക് ഇവിടെ എവിടെ നിന്ന് ഉപദേശിച്ചാൽ പോരെ? നമുക്ക് ആ വളവിൽ പോയി ഉപദേശിക്കാം. ചെരുപ്പ് ഇപ്പൊ ആവശ്യം വരികയില്ല, നീ നടക്ക്. ഇതാണ് മുറി വൈദ്യൻ ആളെ കൊല്ലുന്ന് പറയണത്. ഞാൻ പോണു. എവിടേക്ക്? ഇനി ഒരു ദിവസം ഇവിടെ നിന്നാലേ എന്റെ ജീവനാവത്താ. നീ എന്തോന്നാടി ഇത്? നീ എങ്ങോട്ട് പോകുന്നേ പറഞ്ഞ? ഞാൻ ഇവിടുന്ന് പോട്ടെ, രക്ഷപ്പെടട്ടെ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ട്? എനിക്ക് വീടില്ലേ? അപ്പച്ചി പോണെങ്കിൽ പോട്ടച്ചാ, എന്റെ മേക്കപ്പ് സാധനങ്ങളൊന്നും തീരത്തില്ല. എടി കുഞ്ഞെ, ആ വൈദ്യർക്കിട്ട് നമ്മൾ പണി കൊടുത്തിട്ടുണ്ട്, നീ ക്ഷമിക്കേ. അരിഷ്ട സന്തോഷം മാത്രല്ല, ഇവിടെയുള്ള പലർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട്. അത് നീ അന്യല്ല ഉദ്ദേശിച്ചേ? ചേച്ചീനെ മാത്രല്ല, ചേച്ചിയുടെ മക്കളെ എനിക്ക് സംശയമുണ്ട്. സരിതേ, നീ എന്നെ വേണമെങ്കിൽ എന്ത് പറഞ്ഞു, പക്ഷെ എന്റെ മക്കളെ പറയും. ഞാൻ എല്ലാവരും പറയും, ഈ വീട്ടിൽ സകല ആൾക്കാരും പറയും. അമ്മേ, അമ്മയ്ക്കൊന്നും മിണ്ടാനില്ലേ? എന്താ അമ്മ അത്? മകളെ ഇങ്ങനെ പീഡിപ്പിക്കാണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ലേ? എടി എന്തോ അടി ഇത്? കുറച്ചൊക്കെ മര്യാദ വേണ്ട. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്ന ഒരു വീട്ടില്? എന്നോട് കാട്ടിയ മര്യാദ മതി. എന്റെ ജീവൻ പോവാഞ്ഞതും എന്റെ ഭാഗ്യം. ഞാൻ പോണു. എല്ലാവരും ഞാൻ കാണിച്ചു തരണ്ടാ. അങ്ങനെ പോവല്ല സരിതേ. അവള് പോട്ടറി, പോട്ടെ. ഞാൻ പോവാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ഇത് പോയാലേ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുള്ളൂ. എന്തൊരു കനോട് പോവല്ലെന്ന് പറ. ഞാൻ പോയി. പറയാനല്ലേ പറ്റുള്ളൂ, കേൾക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? അമ്മക്ക് വിളിക്കായിരുന്നു. എടി, ഇവിടെ നിന്ന് ആ പെണ്ണ് മടിച്ചായി പോവും. അവൾ വീട്ടിൽ പോയി നിന്നിട്ട് അവിടെ കൊച്ചിനെ കുടുംബത്തെ പണിയൊക്കെ നോക്കട്ടെ. ഇവിടെ കെട്ടിക്കുന്നതിനാ ഷോയമ്മ വെറുതെ. ഇത് ബൂമറാങ്ങോലെ ഇപ്പൊ തിരിച്ചു വരും. കൂടി അവിടുന്ന് എന്ത് പറഞ്ഞാൽ അവൾ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഒച്ചയും ബഹളൊക്കെ തന്നെയാണ്. ഓ, എന്തൊരു സമാധാനമല്ലേ. സത്യം, ഇനി ഒന്ന് റിലാക്സ് ചെയ്യാം. ശല്യം പോയത് അമ്മേ. അച്ഛമ്മേ, എനിക്കൊരു സംശയം. അച്ഛൻ തന്നെയാണോ ഈ വൈദ്യരെ ഇറക്കിയിട്ട് അപ്പച്ചീനെ അടിച്ചിറക്കിയത്? വൈദ്യരുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. വൈദ്യര് ചേച്ചി ഇത് എന്ത് കോപ്രായ കാണിച്ചോണ്ടിരിക്കണേ? എടാ, അത് കോപ്രായൊന്നല്ല, ഇതിനെ ഫേസ് എക്സസൈസ് എന്ന് പറയും. ഓ, ഫേസ് എക്സസൈസ്. അല്ല, വിവരമുള്ളവർക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ ചേച്ചി ആ ഗ്രൂപ്പ് അല്ലല്ലോ, അതുകൊണ്ട്. എനിക്ക് വിവരം ഉള്ളോണ്ടല്ലേ ഞാൻ ഈ ലെവലിൽ എത്തിയത്. എന്ത് ലെവലിൽ എത്തിയെന്നാ ചേച്ചി പറയണേ? യു ആർ സ്റ്റിൽ ഓൺ ലെവൽ 0. നീ പോയൊരു വടി എടുത്തോട്ട് വാ, അപ്പൊ ഞാൻ പറഞ്ഞാറോ ഞാൻ ഏത് ലെവലിൽ എത്തിയെന്ന്. വടിയെടുക്കാതെ വാ തുറന്ന് പറയാൻ പറ്റോ? പറ്റില്ല. നിനക്ക് വടി കൊണ്ട് തന്നെ പറയണം. ശരി, ചേച്ചിയുടെ കോപ്രായം കാട്ടിക്കോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഓക്കെ ഫൈൻ, ഡിസ്റ്റർബ്. എടി, മാലയും കൊണ്ടുവരാൻ. എടി, മാല തരാനാ പറഞ്ഞത്.
എനിക്ക് ഉപ്പിലിടാനാ. തരത്തില്ല. എടി മാല തരാൻ. ഇല്ല തരത്തില്ല. ഉപ്പിലിടാൻ മാങ്ങയല്ല, മാങ്ങ എടുക്കേണ്ടത്. തന്നില്ല നിന്നെ ഞാൻ ഉപ്പിലിടും. അച്ഛമ്മ വെറുതെ ഇരിക്കും. എന്നാ നീ എന്നെ PT ഉഷാണോ ഈ ഓടാനിട്ട്? ഞാൻ PT ഉഷയല്ല, PP കൃഷ്ണയാ, പ്രകാശിന്റെ മോള് കൃഷ്ണ. ആ പ്രകാശന്റെ പാപ്പാടി പ്രകാശന്റെ അമ്മയായി ഞാൻ പിടിക്കൂടി. ഞാന് മോളാ, ഞാൻ തരത്തില്ല. അമ്പടി നീ തരില്ലേ? നിന്റെ അച്ഛമ്മ പറയുന്ന മാല ഇങ്ങോട്ട് വാ. ചേച്ചിയുടെ അനിയത്തെ പറയണ മാല കൊടുക്കരുത്. ചേച്ചിയുടെ അനിയനാണ് പറയണ മാല എനിക്കിതാ. ഇത് ആരുടെ മാലയാണ് മക്കളെ? അത് എന്റെ മാലയാടി. അയ്യോ 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 കൊടുക്കല്ലേ. അതാ സരിതപ്പച്ചിക്ക് കൊണ്ടേ കൊടുക്കും അച്ഛമ്മ. ആഹാ, സരിതപ്പച്ചി കൊടുക്കാനല്ലേ ഈ മാല. എനിക്ക് നല്ല ചേർച്ചുണ്ട്, ഞാൻ ഇട്ടോളാം. അങ്ങനെ ഇപ്പൊ ഇടണ്ട കേട്ടോ. ഇങ്ങോട്ട് വന്നടി. ഞാൻ തരില്ല. അച്ഛമ്മ സരിതപ്പച്ചിക്ക് മാത്രം എല്ലാ സാധനം മേടിച്ചു കൊടുക്കുള്ളൂ, ഞങ്ങൾക്കൊന്നും മേടിച്ചു തരില്ലല്ലോ. നിനക്കൊക്കെ മേടിച്ചാൽ എനിക്ക് സൗകര്യമില്ല. എന്നാലും ഇത് തരാൻ എനിക്ക് സൗകര്യമില്ല. ഇങ്ങോട്ട് തരുന്നുണ്ടോ മാല? തരില്ല. എനിക്കിതാ മാല തരാൻ. കൊടുക്കരുത് ചേച്ചി. എനിക്കിതാ. അപ്പുണ്ണിക്ക് കൊടുക്ക് ചേച്ചി. അപ്പുണ്ണി അച്ഛമ്മക്ക് താ മോനെ മാല. കൊടുക്കണ തരില്ല. നീ തരില്ലേ? ഇങ്ങോട്ട് തരാ. മാല. ഇവിടെ തരാ മാല. ഇവിടെ തരാ. എനിക്ക് വയ്യാണ്ടാവും ഇവിടെ കിടന്ന്. അടുത്ത് തരാടി നിന്റെ ഒക്കെ. എന്താ നിങ്ങളിപ്പോ ഫോണിൽ നോക്കിയേ? ഫോണിൽ നോക്കിയത് കൂട്ടുകാരൻ എന്തോ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, അത് നോക്കിയതാ. മുടി വളർത്തി കമ്മലൊക്കെ ഇട്ടിട്ടോ? അത് ആണുങ്ങൾക്ക് മുടിയും വളർത്താനൊന്നും പറ്റത്തില്ലേ? ഇപ്പോഴത്തെ ആണുങ്ങളെല്ലാം കമ്മലൊക്കെ ഇടും. എന്നാ പിന്നെ എന്നെ ഒന്ന് കാണിച്ചാട്ടെ അത്. അത് പോയി. അതെന്തോ ഇത് റീലോ മറ്റേ ആയിരുന്നു, അത് പോയില്ലേ പോയി. എന്നാ പിന്നെ പേരെന്താ? പേര് പിന്നെ രാധ. അതിനിപ്പോ ആലോചിച്ചത് പേര് പറയാൻ? അല്ല അതുകൊണ്ടല്ല, അവന്റെ ഫുൾ നെയിം രാധാകൃഷ്ണൻ എന്നാണ്. രാധ ചുരുക്കി പറഞ്ഞെന്നുള്ളതാണ്, അതാ ആലോചിച്ചു. എന്നാ പിന്നെ ഫോട്ടോ ഉണ്ടാവുമല്ലോ. പോയെന്ന് ഇത് വാട്സാപ്പിൽ എന്താണ് കിടന്ന ഞാൻ നോക്കി കൊടുത്തില്ല. ഞാൻ നോക്കാലോ. ഇന്നത് ഇല്ല പോയി. ഫോണിന്റെ ലോക്ക് ഒന്ന് നിർത്തിയട്ടെ. ലോക്കൊന്നും ഇല്ല. നീ എന്ത് ലോക്ക് ഉണ്ടല്ലോ നിങ്ങളുടെ ഫോണില്. ഇല്ലെന്ന്. അതെങ്ങനെ ഇല്ലാതിരിക്കുന്നേ? ചുമ്മാ അതിന് നമ്പർ പറ, അല്ലെങ്കിൽ ഞാൻ തുറക്കാം. അങ്ങനൊന്നും ഇല്ല, അത് പോയി. നിങ്ങൾ ഇത് ഈ ലോക്ക് ഓപ്പൺ ആക്കി തരാതിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ പെണ്ണിന്റെ ഫോട്ടോ തന്നെയാ കണ്ടത്. നീ അങ്ങനൊന്നും പറയല്ലേ. എന്തുവാടി ഇത്? ഞാൻ എന്റെ 2 കണ്ണോട് കണ്ടതാ നിങ്ങൾ പെണ്ണിന്റെ ഫോട്ടോ കാണുന്നത്. ഒന്ന് ചുമ്മാ ഒന്നുമില്ല. നീ പോയെ. ഞാൻ പറയട്ടെ. ചുമ്മാ ഞങ്ങൾ അച്ഛനും അമ്മയും പലതും സംസാരിക്കും. നീ പോയെ. പിന്നെന്തോ പെണ്ണെന്നൊക്കെ പറയുന്നോ? എന്തോ അമ്മേ, അച്ഛനെ സൂക്ഷിച്ചോ കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അച്ഛനെ സൂക്ഷിച്ചോളാം. നീ അച്ഛനെ പഠിപ്പിക്കാന്ന് പറഞ്ഞു കേട്ടാ. അച്ഛനെ എന്താ ചെയ്യേണ്ടത്? നീ ഓളെ വൃത്തികൾ മുഴുവൻ കാണിച്ച് അച്ഛനെ സൂക്ഷിച്ചോളാം. കളിക്കുന്നതാ നീ. അവൻ പറഞ്ഞാലെന്താ തെറ്റുള്ളത്? അത് വേറെ. അത് നിങ്ങളെ കളി മുഴുവൻ ചെക്കൻ അറിയാം, അതുകൊണ്ട് തന്നെ ചെക്കൻ പറഞ്ഞത്. എന്തെന്നറിയാന്നല്ല. നീ പറയുന്നത് പെരുപ്പിക്കരുത് ഈ സാധനം. ചുമ്മാ ഞാനിവിടെ എന്തോ കാണിച്ചിട്ട് എന്റെ അടുത്ത് അഭിനയിക്കാൻ നിൽക്കല്ലേ. എന്തുവാടി ഇത്? ഒരു മര്യാദ വേണ്ട സംസാരിക്കുന്നതിന്. അതെ പുഷ്പേ, നിങ്ങൾ പോടോ, എനിക്കൊന്നും കേക്കണ്ട. പോയി. എടി കൃഷ്ണ, ഞാൻ ഈ മാലയിട്ടിട്ട് നല്ല രസമുണ്ടല്ലേ? വലിയ രസമൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് അസൂയാണ്, അസൂയ. ഞാനൊക്കെ അസൂയപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ? ചേച്ചി ഇടുന്ന കാര്യം രസമാണ് ഞാൻ ഇടുമ്പോ. ഓ പിന്നെ അത് നീ അങ്ങ് സ്വയം പറഞ്ഞാ മതിയോ? അല്ല, ഞാൻ 4 ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പറയിപ്പിക്കാം. എന്തായാലും ഇത് ഞാൻ ഇട്ടോളാം. അതെന്ത് പരിപാടിയാ ചേച്ചി? ഞാൻ ഇട്ടെന്താ കുഴപ്പം? നീ ഇടണ്ട, അത് ഞാൻ ഇട്ടോളാം. ഞാനല്ലേ ചേച്ചി? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അച്ഛമ്മയെടുത്ത് ബഹളം ഉണ്ടാക്കി മേടിച്ചെടുത്ത സാധനമാണ് ഇത്. ഞാൻ ഇടും. തരില്ല ഞാൻ. ഞാൻ മേടിച്ചോളാം, ഞാൻ വാങ്ങിച്ചെടുത്തോളാം. തരില്ല. വിട് കൃഷ്ണ, വിട്. മാല പൊട്ടിപ്പോവും. വിട്. ഞാൻ ഇട്ടോളാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇട്ടോളാം. ഞാനാണിത് വാങ്ങിച്ചത്. വിട് കൃഷ്ണ. സന്തോഷായില്ലേ നിനക്ക്? എനിക്കൊന്നും വേണ്ടത് എടുത്തു. നീ തന്നെ പുഴുങ്ങി തിന്നു പൊട്ടിയ മാല.
ഞാൻ ഇനി അച്ഛമ്മ അടുത്ത് എന്ത് പറയും? പശ വെച്ച് ഒട്ടിച്ചാലത്. എന്റെ അലമാരി ഇരുന്ന തുണിയെല്ലാം എടുത്ത് താഴെ നീ ആടി. ഞാനല്ല എനിക്കറിയാം നീ ആണെന്ന്. ഞാനല്ലാന്ന് ഒരു പ്രാവശ്യം പറഞ്ഞേ. പൊടി പോടിയാ പൊടി കണ്ണിൽ വീണു. ആ ഞാൻ കരുതി എന്നെ വിളിച്ചതാണ്. നീ ഈ നിലയ്ക്കാ പോകുന്നെങ്കിൽ നിന്നെ പൊടിന്ന് വിളിക്കേണ്ടി വരും. തിരിച്ച് ഞാനും വിളിക്കും. വിളിക്കോ നീ? വിളിക്കും വിളിക്കാടി. വിളിക്കും. നീ വിളിക്കും, കാരണം നീ കാലം കലാധരന്റെ മോളാണ്. നിങ്ങളെ മടിയിലിരുത്തിട്ടാണോ എന്റെ അച്ഛന് പേരിട്ടെ? എന്റെ മടിയിലൊന്നുമല്ല, പക്ഷെ നാട്ടുകാരുടെ മടിയിലാണെങ്കിലും അല്ലെങ്കിൽ അവരിട്ട പേരാ. എല്ലാവർക്കും അറിയാം. ഇപ്പൊ കബഡിലെ തുണി മുഴുവനും ഞാൻ തന്നെ വലിച്ചിട്ടെ. എന്താ ചെയ്യാ? നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് നിങ്ങളെ കയ്യിലിരിപ്പ് കൊണ്ട് ചെയ്യേണ്ടി വരുന്നതാ. എന്റെ കയ്യിലിരിപ്പ് വേറെ ആയിരുന്നെങ്കിലേ നിന്റെ നാവിനങ്ങോട്ട് വലിച്ചു കീറാൻ വരുമ്പോ കയ്യാടെ വെച്ചേക്കൻ. കൈ വെട്ടേ എന്റെ എന്നാ നാവ് വീതെടുക്കെങ്കിൽ മനുഷ്യൻ വീടെടുക്കുന്നാവ്. വാ ഇങ്ങോട്ട് വാ. എന്താ ചെയ്യാത്തെ? വേണ്ടെന്ന് വെച്ചത് അല്ലെ നിങ്ങൾ കുറെ അങ്ങ് കീറും. ഇല്ല, ഞാൻ വലിച്ച് കീറുന്നെ. ഒന്നും കൂടി ഉറഞ്ഞങ്ങ് തുള്ളും. തുള്ളും. നിന്റെ ഇതുപോലത്തെ വട്ടാണെങ്കിൽ ഞാൻ തുള്ളും. എന്റെ കബോർഡിലെ സാധനങ്ങൾ വലിച്ച് വെളിയിലിട്ടിനെ 8ന്റെ പണി ഞാൻ നിനക്ക് വരും. എന്നാ ഇതും കൂടി കേട്ടോ. പൊടി അടിക്കുമ്പോൾ പറ്റിയതല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തത്. ഞാൻ എന്തിന്? നിങ്ങളെ മറ്റോളെ കുറിച്ച് ക്ലൂ ഇട്ടോ നോക്കാൻ വേണ്ടിട്ട്. നിങ്ങളെ രണ്ടാളും ഒരു ദിവസം ഞാൻ കൈയോടെ പൊക്കുന്നുണ്ട്.